ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ LDC, LGS ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി പഠിക്കുക. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയതെന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നികുതി സംവിധാനമായിരുന്നു മൂല്യവർദ്ധിത നികുതി. അത് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത് 2005 ഏപ്രിൽ 1-നാണ്. 2005 ഏപ്രിൽ 1-നാണ് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത് ഇന്ത്യയിൽ. ഇനി ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് 112 ആണ്. 112 ആണ്. നാസ്ഡാക്ക് ഏത് രാജ്യത്തിന്റെ ഓഹരി വിപണിയാണ്? നാസ്ഡാക്ക് ഏത് രാജ്യത്തിന്റെ ഓഹരി വിപണിയാണ്? നാസ്ഡാക്ക് അമേരിക്കയുടെ ഓഹരി വിപണിയാണ് നാസ്ഡാക്ക്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രൂപീകൃതമായത് 1988-ലാണ്. സെബി രൂപീകൃതമായത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, SEBI, സെബി രൂപീകൃതമായത് 1988-ലാണ്. ഇന്ത്യയിലെ അക്ഷരങ്ങൾ എഴുതി കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തിന് പറയുന്ന പേരാണ് ലിപി. അക്ഷരങ്ങൾ എഴുതി കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തിന് പറയുന്ന പേരാണ് ലിപി. മലയാളം ഉൾപ്പെടുന്ന ഭാഷാഗോത്രം ഏതാണ്? ദ്രാവിഡം ആണ്. ദ്രാവിഡം. മലയാളം ഉൾപ്പെടുന്ന ഭാഷാഗോത്രം ദ്രാവിഡം എന്നാണ് അറിയപ്പെടുന്നത്. ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥയിലെ ഒരു കഥാപാത്രമാണ് കണ്ണൻ. കണ്ണൻ ഏതിലെ കഥാപാത്രമാണെന്ന് ചോദിക്കും. കർണനല്ല, കണ്ണൻ. ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത രചിച്ചത് ആരാണ്? ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത രചിച്ചത് G. ശങ്കരക്കുറുപ്പ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായ ജീവിത നൗക എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിക്കും. തിക്കുറിശ്ശി സുകുമാരൻ നായർ ആണ്. ജീവിത നൗക എന്ന സിനിമയുടെ സംവിധായകൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ ആണ്. ബദറുദ്ദീൻ ജലാലുദ്ദീൻ കാസി ഒരു സുപ്രസിദ്ധ ഇന്ത്യൻ ഹാസ്യ നടനായിരുന്നു. ബദറുദ്ദീൻ ജമാലുദ്ദീൻ കാസി ഒരു സുപ്രസിദ്ധ ഇന്ത്യൻ ഹാസ്യ നടനായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? യഥാർത്ഥ പേര് ജോണി വാക്കർ എന്നായിരുന്നു. ജോണി വാക്കർ. ആരാണ്? ബദറുദ്ദീൻ ജമാലുദ്ദീൻ കാസിയാണ് ജോണി വാക്കർ എന്ന പേര് ഉള്ള ആള്. സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ബാൻഡിറ്റ് ക്യൂൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ബാൻഡിറ്റ് ക്യൂൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ശേഖർ കപൂർ ആണ്. ശേഖർ കപൂർ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? മഴമേഘങ്ങൾ നിംബോ സ്ട്രാറ്റസ് മേഘങ്ങളാണ്. നിംബോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉത്തര ധ്രുവം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തര ധ്രുവം കണ്ടുപിടിച്ചത് റോബർട്ട് പിയറി ആണ്. റോബർട്ട് പിയറി ആണ് ഉത്തര ധ്രുവം കണ്ടുപിടിച്ചത്. ഇൽമനൈറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. എത്ര ലിറ്ററിനെയാണ് ഒരു ബാരൽ എന്ന് പറയുന്നത്? 159 ലിറ്ററിനെയാണ് ഒരു ബാരൽ എന്ന് പറയുന്നത്. ഒരു ബാരൽ എന്ന് പറയുന്നത് 159 ലിറ്ററാണ്. ഫോട്ടോഗ്രാഫിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ ബ്രോമൈഡ്. 2005 ഖേൽരത്ന അവാർഡ് നേടിയ കായിക താരം.
കായിക താരം പങ്കജ് അദ്വാനി ആണ്. പങ്കജ് അദ്വാനി ആണ്. പങ്കജ് അദ്വാനി ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? അനിൽ കുംബ്ലെ ആണ്. അനിൽ കുംബ്ലെ. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ വനിത. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ബൗളർ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ബൗളർ ചേതൻ ശർമ്മ ആണ്. ചേതൻ ശർമ്മ. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1961. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. യൂറോപ്പിലെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം. യൂറോപ്പിലെ അറക്കമിൽ എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡൻ ആണ്. സ്വീഡൻ. യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്നത് റോട്ടർഡാം ആണ്. യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്നത് റോട്ടർഡാം ആണ്. യൂറോപ്പിലെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? യൂറോപ്പിലെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഡെൻമാർക്കിൻ്റെതാണ്. ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഡെൻമാർക്കിൻ്റെതാണ്. ചതുരാകൃതി ഇല്ലാത്ത ദേശീയ പതാകയുള്ള രാജ്യം. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള രാജ്യം നേപ്പാളാണ്. 2 ത്രികോണങ്ങളാണ് ദേശീയ പതാക. ചതുരാകൃതി അല്ല. ഒരു നിറം, അതായത് പച്ച നിറം മാത്രമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? പച്ച നിറം മാത്രമേ ഉള്ളൂ അതിൽ. അത് ലിബിയയുടെ ദേശീയ പതാക ആണ്. ഇനി പതാകയിൽ ഭൂപടമുള്ള ഏക രാജ്യം. പതാകയിൽ ഭൂപടമുള്ള ഏക രാജ്യം അത് സൈപ്രസ് ആണ്. സൈപ്രസ്. ഇനി 6 എന്ന അക്ഷരം ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 6 എന്ന അക്ഷരം ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? റുവാണ്ട. കുരിശിന്റെ ചിത്രമുള്ള പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? കുരിശിന്റെ പടമുള്ള പതാക ഏത് രാജ്യത്തിൻ്റെത് ആണ്? സ്വിറ്റ്സർലാൻഡിൻ്റെതാണ്. സ്വിറ്റ്സർലാൻഡ്. ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ഫുട്ബോളിന്റെ ചിത്രമുള്ളത്? ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ഫുട്ബോളിന്റെ ചിത്രമുള്ളത്? ബ്രസീൽ. അപ്പോൾ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.